അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അറബിയുടെ ഭാര്യ സൈത്തൂനും ആ ഈത്തപ്പഴ മരത്തിൻ്റെ ചുവട്ടിൽ വിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് അവൾ അദ്ദേഹത്തോട് പറയാൻ ആഗ്രഹിച്ചത് എന്തായിരുന്നു എന്നതിനെക്കുറിച്ചായിരുന്നല്ലോ നമ്മൾ ഇന്നലെ പറഞ്ഞു വച്ചിരുന്നത്. സൈത്തൂൻ, പറയാനുള്ളത് എന്തേലും മടിക്കാതെ നീ പറയോ. നിൻ്റെ എന്താഗ്രഹങ്ങളും സാധിപ്പിച്ചു തരാൻ എനിക്ക് തയ്യാറാണ്. എനിക്കത് ഇഷ്ടവുമാണ്. അല്ലാതെ നീ വിഷമിക്കേണ്ട ഒരു ആവശ്യമില്ല. നിനക്ക് എന്താണ് ആഗ്രഹം അത് എന്നോട് പറയണം. അത് എൻ്റെ ബീവിക്ക് വേണ്ടി എന്ത് ത്യാഗവും സഹിക്കാൻ ഞാൻ തയ്യാറാണ്. തൻ്റെ ഭർത്താവ് സൈഫ് അത് പറഞ്ഞപ്പോൾ ശരിക്കും അവൾക്ക് മനസ്സിൽ സന്തോഷമാണ് തോന്നിയത്. പക്ഷേ തൻ്റെ ആവശ്യം അത് തൻ്റെ ഭർത്താവ് അംഗീകരിക്കുമോ എന്നുള്ള കാര്യത്തിൽ അവൾക്ക് സംശയമുണ്ടായിരുന്നു. അവർ വീണ്ടും യാത്ര തുടരുവാൻ വേണ്ടി തുടങ്ങുകയാണ്. സൈഫ്, വണ്ടി എടുക്കൂ, നമുക്ക് പോകാം. അതെന്താ സൈത്തൂൻ, നിനക്ക് വേണ്ടി ഈ മരുഭൂമിയിലെ മരുപ്പച്ചയിൽ ഞാൻ വന്ന് നിന്നിട്ട് നീ എന്താ എന്നോട് കാര്യം പറയാതിരുന്നത്? എൻ്റെ സൈത്തൂൻ, നിനക്ക് എല്ലാം തുറന്നു പറയാം എന്നോട്. ഞാൻ ഉണ്ടല്ലോ നിനക്ക്. പിന്നെ നീ എന്തിനാ ടെൻഷനാകുന്നത്? സൈഫ്, എല്ലാ കാര്യവും സൈഫ് എനിക്ക് പരിഗണിച്ച് തരുമായിരിക്കും. പക്ഷേ ഞാൻ വിചാരിക്കുന്ന കാര്യം പരിഗണിച്ച് തരാൻ പ്രയാസമായിരിക്കും. എൻ്റെ പെണ്ണെ, നീ പറഞ്ഞോ? ഞാൻ പറഞ്ഞല്ലോ, നീ എന്തുണ്ടെങ്കിൽ എന്നോട് പറ. അവൾ ആ കാര്യം പറയുവാൻ വേണ്ടി മടിച്ചു നിൽക്കുകയായിരുന്നു. അതിൽ ശരിക്കും സൈഫിന് ദേഷ്യം പിടിച്ചു. ഓഹോ, അപ്പോൾ എന്നോട് പറയാൻ പറ്റില്ലല്ലേ? നിൻ്റെ മനസ്സിലെന്തോ രഹസ്യങ്ങൾ നീ സൂക്ഷിച്ചു വെക്കുന്നുണ്ട്. സ്വന്തം ഭർത്താവായി എന്നോട് നിനക്കത് പറയാൻ അനുവാദമില്ലെങ്കിൽ, നിനക്കതിന് കഴിയില്ലെങ്കിൽ പിന്നെ എന്താടി ഞാൻ നിൻ്റെ ഭർത്താവെന്ന് പറഞ്ഞ് നടന്നിട്ട് കാര്യം? കാര്യം പറ. വീട്ടിലേക്ക് പോകണം. ഇന്ന് ഉമ്മയെ ശരിക്ക് പരിചരിച്ചിട്ടില്ല. അല്പസമയം ഉമ്മയോടൊപ്പം ഇരിക്കണം, സംസാരിക്കണം. ഉമ്മയെ ആ പൂന്തോട്ടത്തിലൂടെയൊക്കെ ഒന്ന് ചുറ്റിച്ചു കൊണ്ടുവരണം. അതിനുള്ള സമയമായി തുടങ്ങുന്നു. സൈത്തൂൻ, നീ പറയുന്നുണ്ടോ? അവൾ അത് അറിയാത്ത രീതിയിൽ, സൈഫ് വണ്ടി എടുക്ക്, നമുക്ക് പോകാം, ഞാൻ അവിടെ നിന്ന് പറഞ്ഞോളാം. സൈഫിന് അല്പം ദേഷ്യമുണ്ടായിരുന്നു. സൈത്തൂൻ, നീ പറഞ്ഞില്ല കേട്ടോ, നീ വെറുതെ ആളെങ്ങനെ മക്കാറാക്കല്ലേ. വണ്ടി വളരെയധികം സ്പീഡിൽ ഓടിച്ചുകൊണ്ട് സൈഫ് പോകുന്നു. അദ്ദേഹത്തിൻ്റെ നോട്ടം വിദൂരതയിലേക്കായിരുന്നു. അവളും വെറുതെ പുറത്തേക്ക് നോക്കി നിന്നു. ചുട്ടുപൊള്ളുന്ന ആ മരുഭൂമികൾക്കിടയിലൂടെയും ആ മലകൾക്കിടയിലൂടെയുമുള്ള ആ റോഡിലൂടെ വാഹനമത കുതിച്ചു പാഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സൈഫ്, എന്തെത്ര സ്പീഡ്? പതിവില്ലാത്ത പോലെ. എനിക്ക് ഉമ്മയുടെ അടുക്കലെത്തണം. ഉമ്മയുടെ അടുക്കലെത്തി അല്പസമയം ഉമ്മയെ പരിചരിക്കാഞ്ഞാലേ ഉമ്മാക്കത് ദേഷ്യം പിടിക്കും. എൻ്റെ മകനെവിടെ എന്ന് ചോദിച്ചാൽ അതുകൊണ്ട് തന്നെ വേഗം വാഹനത്തിന് സ്പീഡ് കൂട്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ദൂരം പിന്നിട്ടുകൊണ്ടേയിരുന്നു. അവസാനമായി അതാ അറബിയുടെ ആ കൊട്ടാരത്തിന് മുമ്പിൽ അവർ എത്തപ്പെടുന്നു. പുറത്തേക്ക് നോക്കിയിരിക്കുകയാണ് അറബിയുടെ മാതാവ്. അവിടെയുള്ള വലിയ അറബിച്ചി. മോനെ കാണുന്നില്ലല്ലോ. സൈഫ്, എൻ്റെ സൈഫ് ഇവിടെ പോയി? വേലക്കാരികളോടായി ചോദിക്കുന്നു. സൈഫ് മസറയിൽ പോയി എന്നല്ലേ പറഞ്ഞത്? അവരിപ്പോൾ വരുന്നുണ്ടായിരിക്കും. എത്ര സമയമായി? ആ വൃദ്ധയായ അറബിച്ചി മകനെ കാത്തിരിക്കുകയാണ്. ഒടുവിൽ തൻ്റെ മാതാവിന് പ്രിയപ്പെട്ട കുറച്ച് പഴങ്ങൾ വാങ്ങിക്കൊണ്ട് അതാ സൈഫ് അങ്ങോട്ട് കടന്നു വരുന്നു. അസ്സലാമു അലൈക്കും യാ ഉമ്മി. വഅലൈക്കും അസ്സലാം എന്ന് പറഞ്ഞുകൊണ്ട് ആ മാതാവ് ആ മകനെ പിടിച്ച് ചുംബിക്കുന്നു. ഇത്ര സമയം എവിടെയായിരുന്നു എന്നുള്ള രീതിയിൽ. അത് ഞങ്ങൾ വഴിയിൽ വെച്ച് ഒരു തണലിൽ കയറിയിരുന്നു. കൊടും ചൂടത്ത് അതൊരു ആശ്വാസമായി തോന്നി. ഉമ്മക്ക് നൽകിയ ആ ഒരു പഴങ്ങളുടെ പൊതി ഏൽപ്പിച്ചു. അതിൽ നിന്ന് ഒരു പഴമെടുത്ത് അതാ അവൻ്റെ ഭാര്യയ്ക്ക് തന്നെ കൊടുത്തുകൊണ്ട് പറഞ്ഞു, മോളെ ഇന്ന് ഇത് കഴിക്ക്. മോൾക്ക് ഇനിയും കുഞ്ഞുങ്ങൾ ഉണ്ടാവട്ടെ. അത് കേട്ട് അവൾ ഞെട്ടിപ്പോയി. റബ്ബേ, എനിക്കിനി കുഞ്ഞുങ്ങളോ? എന്താണ് ഈ ഉമ്മ പറയുന്നത്? അവൾ ദയനീയതയോടെ തൻ്റെ ഭർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കി. ഉമ്മ വയസ്സായതല്ലേ എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിൻ്റെ നോട്ടത്തിൽ നിന്ന് അത് മനസ്സിലായിരുന്നു. മോൾ ഇതിൽ നിന്ന് 3 പഴം കഴിക്ക്, കുഞ്ഞുങ്ങൾ ഉണ്ടാവും. വീണ്ടും ആ ഉമ്മ പറഞ്ഞു. വിശേഷപ്പെട്ട വില കൂടിയ ഇനം ഒരു പഴമായിരുന്നു അത്.
സാധാരണയായി ഗർഭം ഉണ്ടാവാൻ വേണ്ടിയിട്ട് വെറും വയറ്റിൽ 7 അജ്വ ഈത്തപ്പഴം കഴിക്കുകയും പതിവായിരുന്നു. അത് സ്ഥിരമായി അവൾ കഴിച്ചിരുന്നു. എന്ത് ചെയ്യാൻ, വിധിയില്ല. തൻ്റെ ഭർത്താവിന് ഒരു കുഞ്ഞിക്കാല് കൊടുക്കാൻ കഴിയാത്ത വേദനയിലായിരുന്നു സൈത്തൂൻ ബീവി. അറബിയും അറബിയുടെ ഭാര്യയും കടന്നു വന്നതോടുകൂടി അവിടെയുള്ള വേലക്കാരികൾ, സെർവൻസ് അവരെ സ്വീകരിച്ച് അവർക്കുള്ള ഭക്ഷണവും വെള്ളവും എല്ലാം നൽകുന്നു. വൃദ്ധയായ ആ മാതാവിനോടൊപ്പം ഭക്ഷണം കഴിക്കുവാനാണ് എപ്പോഴും അറബി വിചാരിച്ചിരുന്നത്. അവർ ഇരുന്നിരുന്ന ആ ഒരു വീൽ ചെയർ പതുക്കെ തള്ളിക്കൊണ്ട് അറബി തന്നെ ഡൈനിങ് ടേബിളിൻ്റെ അടുക്കലേക്ക് കൊണ്ടുവന്നു. അവർക്കുള്ള ഭക്ഷണമെല്ലാം അവർ ഒരുക്കിയിരുന്നു. ഉമ്മയുടെ വായിലേക്ക് അല്പം വെച്ചു കൊടുക്കും, അതൊരു സന്തോഷമാണ്. അതുപോലെ തന്നെ മകന് ഉമ്മയും വായിലേക്ക് അല്പം വെച്ചു കൊടുക്കും. അറബി നല്ല രീതിയിലാണ് ആ മാതാവിനെ സംരക്ഷിക്കുന്നത്. പക്ഷേ മക്കളില്ലാത്തൊരു വേദന, ദുഃഖം ആ ഒരു വീട്ടിൽ തളം കെട്ടി നിന്നിരുന്നു. എപ്പോഴും ആ ഉമ്മ ദുആ ചെയ്യും, പടച്ചോനെ എൻ്റെ കുഞ്ഞിനെ ഒരു കുട്ടിയുണ്ടായി കാണാൻ വളരെയധികം ആഗ്രഹമുണ്ട്, റബ്ബേ നീ ഒന്ന് സാധിപ്പിച്ചു കൊടുക്ക് എന്ന് ആ വൃദ്ധയായ ഉമ്മ കൈകൾ അള്ളാഹുവിലേക്ക് ഉയർത്തിക്കൊണ്ട് കണ്ണീരോടെ ദുആ ചെയ്യാറുണ്ട്. ഭക്ഷണശേഷം അറബി ആ പൂന്തോട്ടങ്ങളിലൂടെ അതാ ഉമ്മയെ വീൽ ചെയറിലിരുത്തിക്കൊണ്ട് അവിടെയൊക്കെ കാണിക്കും. എത്ര മനോഹരമാണല്ലമ്മോ ഈ ഒരു പൂക്കൾ കാണാൻ. അങ്ങനെ ഓരോ വാക്കുകളും പറയും. അപ്പോഴെല്ലാം ഉമ്മ പറയും, മോനെ പുതിയ പൂക്കൾ എൻ്റെ കുട്ടികളിലും വിരിയണം, അതിനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ആ ഗാർഡനിലൂടെ ഉമ്മയും കൊണ്ട് ചുറ്റിക്കറങ്ങുമ്പോൾ ഉമ്മ ഓരോന്ന് പറയും. ചെറിയ കുട്ടിയെപ്പോലെ ആ അറബി ഉമ്മയുടെ മകൻ അതെല്ലാം കേട്ടുകൊണ്ടിരിക്കുകയും ചെയ്യും. ഉമ്മയുടെ ഇഷ്ടത്തിന്, സന്തോഷത്തിന് എപ്പോഴും വഴങ്ങിക്കൊടുക്കുക അത് പതിവായിരുന്നു. വൈകുന്നേര സമയങ്ങളിൽ ഉമ്മയെ ആ പൂന്തോട്ടത്തിലൂടെ എന്നും ഒന്ന് ചുറ്റിക്കറങ്ങും. പിന്നെ ഭക്ഷണം കഴിക്കുമ്പോൾ ഒരുമിച്ച്. ഉമ്മയ്ക്ക് യാതൊരു രീതിയിലുള്ള ടെൻഷനും ഉണ്ടാവരുത് എന്നാണ് ആഗ്രഹിക്കുന്നത്. സെർവൻസൊക്കെ പറയും, ഞങ്ങൾ ഉമ്മയെ ഗാർഡനിൽ കൊണ്ടുപോയിക്കോളാം എന്നൊക്കെ പറയും. പക്ഷേ തൻ്റെ മകൻ്റെ ഒരു സാന്നിധ്യം എപ്പോഴും ആ ഉമ്മ ആഗ്രഹിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ മകൻ അത് തെറ്റിക്കാതെ കൊണ്ടു നടക്കുമായിരുന്നു. ഉമ്മയെ ഗാർഡനിലൊക്കെ ചുറ്റിക്കറങ്ങി കൊണ്ടുവന്ന് ഉമ്മയെ ഒന്ന് ഫ്രഷായി വസ്ത്രമെല്ലാം ഉടുപ്പിച്ചു കൊടുത്ത് നല്ല രീതിയിൽ ഉമ്മയെ റൂമിൽ കൊണ്ടാക്കി ഭക്ഷണമെല്ലാം കൊടുത്ത് നിസ്കാര സമയമാകുമ്പോൾ അതിനുള്ള എല്ലാ സെറ്റപ്പും കാര്യങ്ങളും അവർ തന്നെ ചെയ്തു കൊടുക്കും. ആ രാത്രിയിൽ ഭക്ഷണമെല്ലാം കഴിച്ച് അറബിയും അറബിയുടെ ഭാര്യയും ആ കൊട്ടാരത്തിൻ്റെ മട്ടുപ്പാവിൽ കാറ്റുകൊണ്ടിരിക്കുകയായിരുന്നു. വിദൂരതയിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്ന തൻ്റെ ഭാര്യ സൈത്തൂനെ തട്ടി വിളിച്ചുകൊണ്ട് അറബി പറഞ്ഞു, സൈത്തൂൻ എന്താ നല്ല സ്വപ്നത്തിലാണല്ലോ. സെയ്ഫ്, ആകാശത്ത് എത്ര നക്ഷത്രങ്ങളാലേ, ഇതൊക്കെ ഒരു നക്ഷത്രത്തിൽ നിന്ന് ഉണ്ടാകുന്നതാണോ? എൻ്റെ സൈത്തൂൻ, അതൊക്കെ ഒരുപാട് നക്ഷത്രങ്ങളൊക്കെ ഉണ്ടാകും, ഒക്കെ പടച്ച റബ്ബ് സൃഷ്ടിക്കുന്നതല്ലേ, നീ എന്താ ഇങ്ങനെ ചോദിക്കുന്നത്? എനിക്ക് തോന്നുന്നു അതൊക്കെ ഒരു നക്ഷത്രത്തിൻ്റെ മക്കളാണെന്ന്. ആ ചന്ദ്രൻ്റെ മക്കളാണോ അത് സൂര്യൻ്റെ മക്കളാണോ? എൻ്റെ പെണ്ണെ, നിനക്കിതെന്ത് പറ്റി? നക്ഷത്രം നീ ആദ്യമായിട്ട് കാണണോ? ഇപ്പോഴെന്താ ഇങ്ങനെ നിനക്കിങ്ങനെ തോന്നുന്നത്? പെട്ടെന്ന് അദ്ദേഹത്തിന് കാര്യങ്ങൾ മനസ്സിലായിരുന്നു. തനിക്കൊരിക്കലും കുഞ്ഞുങ്ങൾ ഉണ്ടാകില്ല എന്നുള്ള സത്യം മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ അവളുടെ മനസ്സിൽ അത് വല്ലാത്തൊരു വേദനയായി ശേഷിക്കുന്നുണ്ട് എന്നുള്ള കാര്യം മനസ്സിലായി. സെയ്ഫ് അവളുടെ തോളിൽ കൂടി കൈയിട്ടു അവളുടെ കൈകളിൽ പിടിച്ചു പതുക്കെ ചുംബിച്ചുകൊണ്ട് ചോദിച്ചു, എന്തു പറ്റി സൈത്തൂൻ? നിനക്ക് ഞാനില്ലേ? വീണ്ടും നീ അതിനെക്കുറിച്ച് ആലോചിക്കേണ്ട ഒരു കാര്യമില്ല. പടച്ച റബ്ബ് നമുക്ക് ഓരോന്ന് കണക്കാക്കിയിട്ടുണ്ടാവും. എത്ര മക്കളില്ലാത്ത ആളുകൾ ജീവിക്കുന്നു സന്തോഷത്തോടെ. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് നീയുണ്ട്, നിനക്ക് ഞാനുണ്ട്, പിന്നെന്താ നീ വിഷമിക്കുന്നത്? അവളുടെ കണ്ണുകൾ നിറഞ്ഞു. ഹേയ്, എൻ്റെ സൈത്തൂൻ്റെ കണ്ണു നിറയുന്നത് എനിക്കൊരിക്കലും ഇഷ്ടമല്ല കേട്ടോ. ഭാര്യയെയും ഉമ്മയെയും ഒരുപോലെ സംരക്ഷിക്കുന്ന ആളായിരുന്നു സെയ്ഫ് എന്ന അറബി. യാ സെയ്ഫ്, എത്ര മനോഹരമാണല്ലേ ഈ പ്രപഞ്ചം. ഇതിൽ എല്ലാവരും സന്തോഷിക്കായിരിക്കില്ലേ? എന്താ സൈത്തൂൻ, നീ സന്തോഷിക്കുന്നില്ലേ? നിനക്കെന്താ സന്തോഷത്തിന് ഇവിടെ കുറവ്? അവൾക്ക് മനസ്സിനുള്ളിൽ വല്ലാത്തൊരു വിങ്ങലും വേദനയുമായിരുന്നു. അത് തനിക്ക് കുഞ്ഞുങ്ങളില്ലാത്ത ആ ഒരു കാര്യം ആലോചിക്കുമ്പോൾ, തൻ്റെ ഭർത്താവിനൊരു പിൻഗാമിയില്ല എന്ന് ആലോചിക്കുമ്പോൾ. അന്ന് ഒരുപാട് സമയം കഴിഞ്ഞാണ് അവർ റൂമിലേക്ക് പോയത്. റൂമിലെത്തിയിട്ടും അവൾക്ക്
ഉറക്കം വരുന്നേ ഇല്ലായിരുന്നു. അവൾ സെയ്ഫിനോട് പറയുകയാണ്, സെയ്ഫ്, എനിക്ക് ഉറക്കം വരുന്നില്ല കേട്ടോ. നീ ഉറങ്ങു പെണ്ണേ. നല്ല ആശ്വാസത്തിൽ 2 ദിവസമായി ഞാൻ ശ്രദ്ധിക്കുന്നു. സെയ്ഫ്, നാളെ നമ്മൾ മസ്രയിൽ പോകുമോ? ശരിക്കും തൻ്റെ ഭാര്യയുടെ ആ ഒരു വാക്ക് കേട്ടപ്പോൾ അറബി ഞെട്ടിപ്പോയി. എന്താ സെയ്തൂൻ നീ പറയുന്നത്? ഇന്നലെയും ഇന്നുമായിട്ട് നമ്മൾ പോയി. അത് കുറച്ചധികം ദൂരമുള്ള സ്ഥലമല്ലേ? എത്ര കാടും മരുഭൂമികളും പാറകളും കുന്നുകളും. ശരിക്കും ഓഫ് റോഡാണ് അവിടേക്ക് എന്ന് പറഞ്ഞ ഡാറില്ലാത്ത റോഡിലൂടെ എത്ര മരുഭൂമി താണ്ടി നമ്മൾ പോകണം. പലവട്ടം നമ്മൾ വീല് വരെ കുടുങ്ങുന്ന അവസ്ഥ. അങ്ങനെയൊക്കെ വന്നിട്ടില്ല. നീ എന്താ ഇങ്ങനെ? 2 ദിവസമായല്ലോ. ഇനി വയ്യ, ഞാൻ ടയേർഡാണ്. ഇനി 2 ദിവസം കഴിയട്ടെ, അല്ലെങ്കിൽ അടുത്ത ആഴ്ച. സാധാരണ മാസത്തിൽ അവർക്ക് സാലറി കൊടുക്കുന്ന ടൈമിനെ ഞാൻ വരാറുള്ളൂ, ഞാൻ പോകാറുള്ളൂ. നിനക്കറിയുന്നതല്ലേ അതൊക്കെ. ഇപ്പോഴെന്താ നീ? സെയ്ഫ്, ഞാൻ ഒരു കാര്യം പറയാണ്. എനിക്ക് ആ മസറയിലെ ആ പെൺകുട്ടിയെ വല്ലാതങ്ങ് ഇഷ്ടപ്പെട്ടു. ഏത് പെൺകുട്ടി? ഫർസാന എന്നു പേരുള്ള ആ ഒരു പെൺകുട്ടി. എനിക്ക് ആ പെൺകുട്ടിയുടെ സാന്നിധ്യം വളരെയധികം ഇഷ്ടമാണ്. അവളെൻ്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആലോചിക്കാണ്. എന്താ നീ പറയുന്നത്? അവൾ ആ ജോലിക്ക് അവിടുത്തെ വിസയിൽ വന്നതല്ലേ? പിന്നെന്താ? അതിനെന്താ? വിസയുടെ ഏജൻ്റൊക്കെ അത് നിങ്ങളുടെ ഇതിൽ തന്നെ അല്ലേ? അത് ശരിയാണ്. അവിടെ ജോലി ചെയ്യുന്നവരെല്ലാം നിങ്ങളുടെ കീഴിലല്ലേ? അപ്പോൾ അതും ശരിയാണ്. എന്താ ഇവിടെ വന്നിട്ട് എന്ത് ജോലിയാ? ഇവിടെ 2 സെർവൻസ് ഉണ്ട്. ഉമ്മയെ നോക്കാനും വീട്ടിലെ ജോലി എടുക്കാനൊക്കെ അത്രയല്ലേ ഇവിടെ പണിയുള്ളൂ. മക്കളൊന്നുമില്ലാത്ത നമുക്കിത് തന്നെ ധാരാളം. മക്കളൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ ഡ്രസ്സ് അലക്കാനും അവരെ കുളിപ്പിക്കാനും അതിനൊന്നിനായിട്ട് ഇഷ്ടം പോലെ നമുക്ക് വേണമെങ്കിൽ വെക്കാം. പക്ഷെ അതിൻ്റെ ആവശ്യമില്ലല്ലോ. നമുക്ക് 2 സെർവൻസ് ഇവിടെ ഉണ്ട്. അതുകൊണ്ട് സെയ്ഫ്, ഞാനൊരിക്കലും അവൾ സെർവൻസ് ആയിട്ടല്ല ആഗ്രഹിക്കുന്നത്. പിന്നെ അവൾ ഇവിടെ വേണം. ഈ വീട്ടിൽ അവൾ താമസിപ്പിക്കണം. അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ തൻ്റെ ഭാര്യയുടെ ആഗ്രഹം കേട്ട് ശരിക്കും സെയ്ഫ് ഒന്ന് ഞെട്ടിപ്പോയി. എൻ്റെ പെണ്ണെ, നീ എന്തേ പറയുന്നത്? അവളെ ഇവിടെ നിർത്തുക എന്നൊക്കെ പറഞ്ഞാൽ അത് ജോലിക്കല്ലാതെ മറ്റുള്ളവരെന്ത് വിചാരിക്കും? മറ്റുള്ളവരെന്തോ വിചാരിച്ചോട്ടെ, എനിക്ക് അവളെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നേ വേണം. സത്യമായിട്ടും ഭാര്യയുടെ ആഗ്രഹം ഇതാണെന്നുള്ള കാര്യം സെയ്ഫിന് മനസ്സിലായി. അയാൾ തല താഴ്ത്തിയിരുന്നു. അതിപ്പോൾ പ്രശ്നമാണ്. അതായത് ഞാനിവിടെ നിൽക്കുമ്പോൾ, ആണായിട്ട് ഞാനിവിടെ അകത്തും പുറത്തൊക്കെ ഉണ്ടാകുമ്പോഴേ ഒരു പെണ്ണ് ഇവിടെ, മറ്റുള്ളവർ സെർവൻസ് എന്തെങ്കിലും കരുതാം, അവരുടെ ഡ്യൂട്ടി കഴിഞ്ഞ് അവർ പോകും. പക്ഷെ ഇവളെ ഇവിടെ വീടിനകത്ത് ഒരു റൂമിൽ താമസിപ്പിക്കാന്നൊക്കെ പറഞ്ഞാൽ സെയ്തൂൻ, അത് നടക്കണ കാര്യമില്ല മോളെ. അത് എങ്ങനെ നടക്കാനാ? ഇവിടെ ഞാനുണ്ടാകുമ്പോൾ എൻ്റെ ഭാര്യ നീ ഉണ്ടല്ലോ. എനിക്ക് സ്വാതന്ത്ര്യത്തോടെ നടക്കാനും ഇതിനൊക്കെ വേറൊരു പെൺകുട്ടി ഇവിടെ ഉണ്ടാകുമ്പോൾ അത്ര അത് സെയ്ഫ്, എൻ്റെ മനസ്സിൽ ആഗ്രഹമാണ്. അത് സാധിപ്പിച്ചു തരാൻ കഴിയുന്നുണ്ടെങ്കിൽ സാധിപ്പിക്കണം. തൻ്റെ ഭാര്യയുടെ ആഗ്രഹം അത് എങ്ങനെയെങ്കിലും നിറവേറ്റിക്കൊടുക്കുകയല്ലാതെ രക്ഷയില്ല എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അവൾ പിണങ്ങിയ ഭാവത്തിലാണ് നിൽക്കുന്നത്. സെയ്തൂൻ, നീ എന്താ പിണങ്ങിയിരിക്കുന്നത്? എൻ്റെ ആഗ്രഹം സാധിപ്പിച്ചു തരില്ലല്ലോ. സാധിപ്പിച്ചു തരാം. എന്തപ്പോൾ ചെയ്യാം? ആ ഒരു കാര്യം അതാ തൻ്റെ മാതാവിനോട് സെയ്ഫ് അറബി പറയുവാൻ വേണ്ടി പോകുന്നു. യാ സെയ്ഫ് എന്ന് പറഞ്ഞുകൊണ്ട് ആ അറബി ഉമ്മ അവരെ വിളിക്കുന്നു. വളരെയധികം താഴ്മയോടുകൂടി തൻ്റെ പ്രിയപ്പെട്ട മകൻ താനിരിക്കുന്ന ആ വീൽ ചെയറിൻ്റെ താഴെ ഇരിക്കുന്നു കൊച്ചു കുട്ടിയെ പോലെ ഇരുന്നിട്ട് ചോദിക്കാണ്, ഉമ്മ. യാ ഉമ്മേ. പറ മോനെ, എന്താ മൻ്റെ കുട്ടിക്ക്? ഉമ്മ, സെയ്തൂനിന് ഒരു നിർബന്ധം. എന്ത് നിർബന്ധം? മസറയിൽ ഒരു പെൺകുട്ടി വന്നിട്ടുണ്ട്, അവളെ ഇങ്ങോട്ട് കൊണ്ടുവരണം, അവൾ അവിടെ പണിയെടുപ്പിക്കണ്ട എന്നുള്ള രീതിയിൽ. അത് കേട്ട് ശരിക്കും ആ അറബി ഉമ്മ ഞെട്ടിപ്പോയി. മോനെ, അങ്ങനെ അവിടെ ജോലിക്ക് വരുന്നവരെ ഇവിടെ 2 പേരില്ലേ? ഉമ്മ, അതല്ല പറയുന്നത്, ഇവിടെ അവളെ താമസിപ്പിക്കണം എന്നാണ് പറയുന്നത്. അത് കേട്ട് അറബി ഉമ്മ എന്ത് പറയണമെന്നായിപ്പോയി. കാരണം ഭാര്യയായിട്ട് സെയ്തൂനുണ്ട്, പിന്നെ മറ്റൊരു പെണ്ണിനെ ഈ വീട്ടിലകത്തേക്ക്. മോനെ, ഞാൻ എന്ത് പറയാനാ?
അവൾക്ക് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ആഗ്രഹം ജനിച്ചത്? അവളെ ഒന്ന് വിളിക്കോ. ജെയ്ത്തൂൻ. ജെയ്ത്തൂൻ അവിടെ എന്തോ ഒന്ന് തുന്നിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവൾ പൊതുവെ അങ്ങനെയുള്ള കലകളിൽ പ്രാവീണ്യം നേടിയിരുന്നു. എന്തെങ്കിലും ചിത്രങ്ങൾ തുന്നിയെടുക്കുക, അതുപോലെ കാലിഗ്രാഫി വരക്കുക, അങ്ങനെയുള്ള ഒരുപാട് കരവിരുതുകൾ അവൾക്കുണ്ട്. ജെയ്ത്തൂൻ ഉമ്മയുടെ അടുക്കലേക്കതാ വരുന്നു. അവൾ തുന്നിയ ആ ഒരു ടവലുമായിട്ടാണ് അവൾ എത്തിയത്. നേരെ ഉമ്മയുടെ അടുക്കൽ പോയി അത് കൊടുത്തു. മാഷാ അല്ലാ, മാഷാ അല്ലാ എന്ന് ഭംഗിയായി നൂലുകൊണ്ട് തുന്നിയെടുത്തതായിരുന്നു അവൾ. ആ ടവല് തൻ്റെ ഭർത്താവിൻ്റെ ഉമ്മക്ക് സമ്മാനിച്ചു കൊണ്ടാണ് അവൾ അങ്ങോട്ട് വന്നത്. ജെയ്ത്തൂൻ, എന്താ മോളെ പ്രശ്നം? ആരെയാണ് മോൾ ഇങ്ങോട്ട് കൊണ്ടുവരുന്നത് പറയുന്നത്? ആ ഉമ്മയുടെ ആ ഒരു വാക്കുകൾ കേട്ട് അവൾ ഒരു നിമിഷം എന്ത് പറയണമെന്നായിപ്പോയി. യാ ഉമ്മേ, എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പെൺകുട്ടിയുണ്ട് അവിടെ. അവളുടെ പേര് ഫർസാന എന്നാണ്. ഫർസാന എന്ന പെൺകുട്ടിക്ക് അധികം പ്രായമൊന്നുമില്ല. ഏകദേശം ഒരു 19-20 വയസ്സ് അങ്ങനെ തോന്നിക്കുള്ളൂ. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അവളെ ഈ വീട്ടിലേക്ക് കൊണ്ടുവരാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ജെയ്ത്തൂൻ, നീ ഇവൻ്റെ ഭാര്യയല്ലേ? ഭാര്യയായ നിനക്ക് അവളോട് ആഗ്രഹം തോന്നാൻ എന്താ കാരണം? ഒന്നുമല്ല, ഞങ്ങൾക്ക് 2 പേർക്കും മിണ്ടിയും പറഞ്ഞേക്ക് ഇരിക്കാലോ എന്ന് കരുതിയിട്ടാണ്. ആ ഉമ്മ അതിന് സമ്മതിക്കുന്നു. യാ സൈഫ്, അവളുടെ ആഗ്രഹം എന്താന്ന് വെച്ചാൽ സാധിപ്പിച്ചു കൊടുക്ക്. അപ്പോഴാണ് ജെയ്ത്തൂൻ ബീവിക്ക് സന്തോഷമായത്. റബ്ബേ, എൻ്റെ ആഗ്രഹം അത് സാധിച്ചല്ലോ. ഉമ്മയും ഓക്കെ പറഞ്ഞു. തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിനായിരുന്നു അതിലൊരു മടി. ഹോ, എന്തെന്നറിയില്ല. അവൾ വളരെയധികം സന്തോഷിച്ചു. പക്ഷേ ജെയ്ത്തൂൻ കണ്ടിരുന്ന സ്വപ്നം മറ്റൊന്നായിരുന്നു. അവൾ തൻ്റെ ഭർത്താവിന് അവളെ ഇണയാക്കി കൊടുക്കണം എന്നാണ് അവൾ ആഗ്രഹിക്കുന്നത്. പക്ഷെ ആദ്യമൊന്നും അവളത് പറഞ്ഞതേയില്ല. തനിക്കൊരു കൂട്ടുകാരി വേണം, അവിടെ ഒരു കൂട്ടുകാരിയുണ്ട് എന്നുള്ള രീതിയിലാണ് അവർ പറഞ്ഞത്. കാരണം എൻ്റെ ഭർത്താവ് അവളെ കല്യാണം കഴിക്കണം എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവ് അതിന് കൂട്ടാക്കില്ല എന്നറിഞ്ഞത് കൊണ്ട് തന്നെ അവൾ ആദ്യം ഇങ്ങനെയാണ് അടവ് പ്രയോഗിച്ചത്. തനിക്കൊരു കൂട്ടുകാരിയെ വേണം എന്നുള്ളത്. ഉമ്മയുടെ നിർദ്ദേശം ഇതായിരുന്നു. യാ സൈഫ്, 2 പേരും കൂടി കൂടിയിട്ട് നമ്മളെ കൂട്ടിക്കൊണ്ടുവാ എന്നുള്ള ആ ഉമ്മയുടെ സംസാരം കേട്ടപ്പോൾ സത്യം പറഞ്ഞാൽ അദ്ദേഹം പറഞ്ഞു, ഉമ്മ ഇന്നും ഇന്നലെയൊക്കെ ആയിട്ട് യാത്രയാണ്, ഇനി 2 ദിവസം കഴിയട്ടെ. ഒരുപാട് ലോങ്ങാണ്. പിന്നെ ഡ്രൈവറെ വെക്കായിട്ടല്ല, പക്ഷെ അതിനേക്കാളും ഭാര്യയുമായി പോകുമ്പോൾ എനിക്ക് ഡ്രൈവ് ചെയ്ത് പോകുന്നതാണ് ഇഷ്ടം എന്ന് എനിക്ക് തോന്നുന്നതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പോകുന്നത്. ആ 2 ദിവസത്തിന് വേണ്ടി അതാ ജെയ്ത്തൂൻ കാത്തു നിൽക്കുകയാണ്. ഓരോ നിമിഷങ്ങളും മണിക്കൂറുകളും എണ്ണിക്കൊണ്ട് അവൾക്ക് ഫർസാനയെ എങ്ങനെയെങ്കിലും ഈ കൊട്ടാരത്തിലേക്ക് കൊണ്ടുവരണം, ഇവിടെ നിർത്തണം എന്നായിരുന്നു അവളുടെ ആഗ്രഹം. ഇൻഷാ അല്ലാ, നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. അതുവരേക്കും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ, ഒരുപാട് ആളുകൾ വീണ്ടും ചെയ്തു കേട്ടോ. ഒരുപാട് പുതിയ ന്യൂ സബ്സ്ക്രൈബേഴ്സൊക്കെ വന്നിട്ടുണ്ട്. ചില ആളുകൾക്ക് ചെയ്യാൻ അറിയുന്നുണ്ടാവില്ല. ജസ്റ്റ് ആ ഒരു ബെല്ലിൻ്റെ അതിലൊന്ന് ക്ലിക്ക് ചെയ്താൽ മതി. കുറേ ആളുകൾ ചെയ്തിട്ടുണ്ട്. കാരണം നമുക്ക് ഏകദേശം 11,000 പേരൊക്കെയാണ് ഉള്ളത്. നമ്മൾ സ്റ്റോറി കാണുന്നവർ കുറച്ച് കൂടുതൽ 35,000 ഒക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും ജസ്റ്റ് ഒന്ന് ചെയ്യുകയാണെങ്കിൽ ഇൻഷാ അല്ലാ നമുക്കിതിൻ്റെ ബാക്കിയൊക്കെ നല്ല കറക്റ്റായിട്ട് കിട്ടും. പിന്നെ നിങ്ങളുടെ സപ്പോർട്ടാണല്ലോ നമ്മുടെ വിജയം. അപ്പോൾ നമ്മുടെ ഫർസാനയുടെ ജീവിതം എന്തായിത്തീരും? അവൾ ഗർഭിണിയാണെന്ന കാര്യം അവരാരും അറിയുന്നേയില്ല, ഒരു കുട്ടിക്കും അറിയില്ല. അപ്പോൾ ഇൻഷാ അല്ലാ നമുക്ക് ബാക്കി ഭാഗം നീ കാത്തിരുന്ന് കാണാം കേട്ടോ. പിന്നെ ഒരുപാട് ആളുകൾ എന്നോട് പറഞ്ഞു ഞങ്ങൾ 3 സ്റ്റോറിയും കാണുന്നവരാണ് എന്നൊക്കെ പറഞ്ഞു. വളരെയധികം സന്തോഷം. പലയിടങ്ങളിൽ നിന്നായി എനിക്ക് ഓരോ ഉമ്മമാരൊക്കെ വിളിക്കുകയാണ്. 65 വയസ്സുള്ള ഒരു ഉമ്മ, ഇന്ന് വിളിച്ചത് നസീറ എന്ന പേരുള്ള ഒരു ഉമ്മ വിളിച്ചു, ചാവക്കാട് നിന്ന്. സത്യം പറഞ്ഞാൽ സന്തോഷം തോന്നിട്ടോ. അല്ലെങ്കിൽ ഒരുപാട് ഉമ്മമാരാണ് നമ്മളെ കഥ കേൾക്കുന്നത്. ആ ഉമ്മമാരും ഏത് പ്രായക്കാരും കേൾക്കുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെ തന്നെയാലും ഇൻഷാ അല്ലാ നല്ല രീതിയിൽ നമുക്ക് തുടരാം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തപോലെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ആർക്കെങ്കിലും ഫ്രണ്ട്സുകൾക്കൊക്കെ ഷെയർ കൊടുക്കാമെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് നാളെ കാണാം കേട്ടോ. ബാക്കി കഥകൾക്ക് വേണ്ടി കാത്തിരിക്കൂ. വരും നിങ്ങളുടെ പ്രിയപ്പെട്ട സ്വന്തം സൽവ.